ഇന്ന ജഅൽനാ ഫി അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പുറപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ഹിജറ പുറപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് വളഞ്ഞ് ആക്രമിച്ച് കൊല്ലാനായിരുന്നു പരിപാടി. അപ്പോൾ അതിന് അവർ ദാർനദ്വയിലെടുത്ത തീരുമാനം എന്താണ്? എല്ലാ ഖുറൈശി കുടുംബത്തിൽ നിന്നും മല്ലന്മാരായ കരുത്തരായ ഓരോ യുവാക്കളെ തിരഞ്ഞെടുക്കുക, ഓരോ കുടുംബത്തിൽ നിന്നും. അപ്പോൾ ബനു ഹാഷിം കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുറൈശികളിൽ ബനു ഹാഷിം അല്ലാതെ വേറെയും കുടുംബങ്ങളുണ്ട്. ബനു അസദ് ഉണ്ട്, ബനു സഹർ ഉണ്ട്, ബനു തൈം ഉണ്ട്, ബനു അദി ഉണ്ട്, ബനു ജമഹ് ഉണ്ട്, ബനു സഹം ഉണ്ട്, ബനു മഖ്സൂം ഉണ്ട്. ഇങ്ങനെ പല കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്നൊക്കെ ജലതായ നല്ല മല്ലന്മാരായ ശക്തരായ ഓരോ യുവാക്കളെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചെന്ത് ചെയ്യുക? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ച് കൊല്ലുക എന്നതായിരുന്നു അവരുടെ പരിപാടി. മനസ്സിലായോ? അപ്പോൾ ബനു ഹാഷിമിന് ഈ എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ പ്രയാസമാകും. അതായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? തൻ്റെ വിരിപ്പിൽ കിടന്ന് പിന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ വിരിപ്പിൽ കിടത്തിയിട്ട് നബിയുടെ പുതപ്പ് പുതപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞു നിൽക്കെ അവർക്കിടയിലൂടെയാണ് ഇറങ്ങുന്നത്. ആ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിരുന്നു എന്നാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അള്ളാഹു പറയണം, അവരുടെ മുന്നിൽ നാം മറ തീർത്തു, പിന്നിലും നാം മറ തീർത്തു, നാം അവരെ മൂടി, അവർ കാണുകയില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ ആയത്ത് ഓതിയിട്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലൂടെ അവർ നോക്കി നിൽക്കെ എന്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ മലയുടെ മുകളിലേക്ക് പിന്നീട് പോവുകയുണ്ടായി. അപ്പോൾ ഈ ആയത്തിൻ്റെ വിഷയത്തിലൊരു ചരിത്രം ആണത്. അവിടെ അല്ല ഈ ആയത്ത് ഇറങ്ങിയത്, ആ പശ്ചാത്തലത്തിലല്ല ആയത്ത് ഇറങ്ങിയത്. ആയത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പശ്ചാത്തലത്തിൽ ഇത് ഓതി എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്.